നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഗൂം മൊണാസ്ട്രി ഡാർജിലിംഗിലെ അടുത്ത സ്ഥലമാണ് ഇത്. ഡാർജിലിംഗിൽ അല്ല, ഗൂം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെയിനിലേക്ക് പോയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഹിമാലയൻ ടോയ് ട്രെയിനിൽ ഇറങ്ങിയ സ്ഥലമാണ് ഗൂം. അതിൻ്റെ ആ ഒരു റെയിൽ പാളമൊക്കെ കാണുന്നുണ്ട്, റോഡ് സൈഡിൽ തന്നെ കാണാം. ആ റെയിൽ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഗൂം മൊണാസ്ട്രിയിലേക്ക് പോകാൻ. മൊണാസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മുടെ ഈ കന്യാസ്ത്രീകളും സന്യാസികളും ഒക്കെ അവരുടെ ആ ഒരു ഏകാന്ത ജീവിതത്തിൽ അവരുടെ ഒരു ദൈവത്തിൽ അർപ്പിതമായ ആ ഒരു ജീവിതത്തിൽ അതിനു വേണ്ടി ഉള്ള ആ ഒരു ഏരിയയാണ് നമ്മൾ ആശ്രമം എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനത്തെ ഒരു പ്രാർത്ഥനാലയവും അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഡാർജിലിങ്ങിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ മൊണാസ്ട്രികളുണ്ട്. ഡാർജിലിംഗ് മൊണാസ്ട്രി, അങ്ങനെ ഒരുപാട് മൊണാസ്ട്രികളുണ്ട്. അതിലൊരു മൊണാസ്ട്രിയാണ് ഈ പറഞ്ഞ ഗൂം മൊണാസ്ട്രി. ഇപ്പം നമ്മളിപ്പോൾ വൈകുന്നേരമായി, അപ്പോൾ ഏകദേശം അത് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. 5 മണി വരെയൊക്കെയാണ് സാധാരണ ഇതിൻ്റെ ഉള്ളിൽ പെർമിഷൻ ഉള്ളത്. ഇപ്പോൾ എന്തായാലും ഇപ്പം 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്നതുകൊണ്ട് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് ബുദ്ധസന്യാസികളൊക്കെ ഇതിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനാ സ്ഥലങ്ങളൊക്കെയാണിത്. അവരുടെ താമസ സ്ഥലമൊക്കെ ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു പെർമിഷൻ തന്നോന്ന് മാത്രമേ ഉള്ളൂ അകത്തേക്ക് കയറാൻ. അപ്പോൾ കയറുന്നിടത്ത് തന്നെ ഇവരുടെ കുറേ ഒരു എന്തൊക്കെ ഈ നമ്മുടെ ഈ ടിബറ്റൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആരെയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബുദ്ധൻ്റെ ഒരു വലിയ സ്റ്റാച്യു കാണുന്നത്. അപ്പോൾ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട് ഉള്ളിൽ. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഉള്ളിൽ മറ്റാരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇരുണ്ട സ്ഥലമാണ്, അധികം വെളിച്ചമൊന്നുമില്ല. ഇതാണ് ആ ബുദ്ധൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാച്യു ഉണ്ട്. അതുപോലെ ഒരുപാട് ടിബറ്റൻ ആർട്ട് വർക്കുകളൊക്കെ ആ ഒരു ചുമരിലും അതിൻ്റെ ഫ്ലോറിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്, വളരെ പീസായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ക്യാമറ അധികം അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും ഞാൻ കയറിയോണ്ട് ഇങ്ങനെ മൊബൈലിലൊന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.